ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല. എൻ്റെ കയ്യിലുള്ള കുറച്ച് റോസിൻ്റെ കളക്ഷൻസ് അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അതുപോലെ തന്നെ ഞാൻ നൽകുന്ന വളപ്രയോഗങ്ങളും ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളപ്രയോഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. റോസിൽ ധാരാളം പൂവുകൾ ഉണ്ടാവാനും പൂക്കൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാനും ഇലകളും പ്ലാന്റ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിലനിൽക്കാൻ ഞാൻ ചെയ്യുന്ന വളപ്രയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അരി കഴുകിയിട്ട് കളയുന്ന ആ വെള്ളം ഉണ്ടല്ലോ, നമ്മുടെ വീട്ടുകളിലൊക്കെ അരി കഴുകാറുള്ളതാണല്ലോ. അപ്പോൾ ആ വെള്ളം ഇതുപോലെ സ്റ്റോക്ക് ചെയ്യുക. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരി കഴുകുന്ന വെള്ളം ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ ചെയ്തെടുക്കാം. അത് കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കണം. 3 ദിവസമെങ്കിലും വെച്ച് പുളിപ്പിച്ചെടുക്കണം. ഇതാണെങ്കിൽ നേരിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം, പുളിപ്പിക്കാതെ തന്നെ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് മുട്ടത്തൊണ്ടാണ്. അപ്പോൾ മുട്ടത്തൊണ്ട് ഞാൻ നന്നായി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കണം. പൊടിച്ചിട്ട് വേണം ഇതിൽ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതൊരു 15 മുട്ടത്തൊണ്ടുണ്ട്. ഇപ്പോൾ മുട്ടത്തൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി പൊടിച്ചെടുക്കണം. 2 ടീസ്പൂൺ മുട്ടത്തൊണ്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി കലക്കിയെടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ തന്നെ കലങ്ങാതെ കിടക്കും. ഇനി ഇതിലേക്ക് ഞാൻ കായമാണ് ചേർത്ത് കൊടുക്കുന്നത്. കായം 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പൊടിച്ച കായമാണ് എടുക്കുന്നത്. ഏത് കായമായാലും കുഴപ്പമില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ പറഞ്ഞ പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി ഇത് എല്ലാ ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാം. ഏത് ഫ്ലവറിൻ്റെ ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാം. റോസിന് തന്നെയല്ല, ഏത് പൂക്കളുണ്ടാവുന്ന ചെടിയുടെ കടക്കിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. നല്ല റിസൾട്ടാണിത്. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതുപോലെ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. നല്ല ഒരു മെത്തേഡായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നന്നായി പൂക്കളുണ്ടാവാനൊക്കെ ഒരുപാട് സഹായിക്കും ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ. സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എല്ലാ മുട്ടുകളിലും ലീഫുകളിലൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂവുകളിലൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഉണ്ടാവുക. ലീഫൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലീഫിലൊക്കെ പുഴുശല്യം ഒന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ്. അതുപോലെ തന്നെ തണ്ടുമൊക്കെ നല്ല ഹെൽത്തിയാണ്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ ധാരാളം മുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുട്ടുകളൊക്കെ കേടുവരാതെ തന്നെ ഇരിക്കും. ലീഫൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. നല്ലൊരു പ്ലാന്റാണിത്. നല്ല വലിയ പൂക്കളാണ് ഇതിലൊക്കെ ഉണ്ടാവുന്നത്. വലിയ പൂക്കൾ ഉണ്ടാകാനൊക്കെ ഈ വളപ്രയോഗം നല്ലതാണ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് കോഴിമുട്ടത്തൊണ്ട് പൊടിച്ചത് നന്നായി പൊടിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നന്നായി പൊടിച്ചെടുക്കുക. അത് 1 ടീസ്പൂണ് ചെടികളുടെ കടക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതുപോലെ ആദ്യം പ്ലാന്റിന് നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുത്തുപോലെ ചിക്കി കൊടുക്കുക. ചിക്കിയതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മുട്ടത്തൊണ്ട് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ അതുപോലെ തന്നെ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കുക വേണം. നന്നായി വാട്ടർ ചെയ്തെങ്കിൽ തന്നെയാണ് ചെടികൾ നന്നായി ഹെൽത്തി ആയിട്ടുണ്ടാവുക. ഇനി ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ചിക്കി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവാനും സഹായിക്കും ഇതുപോലെ വളപ്രയോഗം ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. അതുപോലെ മുട്ടത്തൊണ്ട് പൊടിച്ചത് 10 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക. പൂ വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ ഒരു ഇതുപോലെയൊക്കെ പൂവായി കഴിഞ്ഞാൽ നമുക്കതിനെ കട്ട് ചെയ്ത് കളയണം. പിന്നെ അവിടെ നിർത്തരുത്. അപ്പോൾ കുറച്ച് കയറ്റിയിട്ട് തന്നെ ആ പൂവിൻ്റെ താഴേക്ക് കുറച്ച് കയറ്റിയിട്ട് തന്നെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യാൻ എടുക്കുന്ന കത്രിക ഡെറ്റോളിലൊന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ്. ഡെറ്റോളിലുള്ള കുറച്ച് വെള്ളത്തിൽ എത്തിയിട്ട് അതിലൊന്ന് മുക്കിയെടുക്കുന്നതും നല്ലതായിരിക്കും. എന്നിട്ട് കട്ട് ചെയ്താൽ മതി. ഇവിടെ കുറച്ച് മഞ്ഞൾ തേച്ച് കൊടുക്കണം. അതായത് മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ആക്കിയിട്ട് അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ശിഖരങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ അത് മുട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാവും, നല്ല ഇലകളൊക്കെ ആയിട്ട് വരാനൊക്കെ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം മഞ്ഞൾ തേച്ച് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വീട്ടിലെ പൂക്കളൊക്കെ ഒരുപാടുണ്ടാവും. നിലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം മഴ കൊള്ളുന്ന സ്ഥലത്ത് വെക്കരുത്. തണലത്ത് വെച്ച് വളർത്തുക. പിന്നെ വേനൽക്കാലത്തായാലും അധികം വെയിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് വളർത്താൻ പാടില്ല. വെയിലും മഴയും അധികം തട്ടാത്ത സ്ഥലത്തായിട്ട് വെച്ച് വളർത്തുക. അധികം തണലും അധികം വെയിലും ഇല്ലാത്തൊരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് വേണം ഈ ചെടികളെ വളർത്തിയെടുക്കാൻ. അപ്പോൾ അതെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ ചെടികളിലും അതുപോലെ പൂവിടും, നല്ല പ്ലാന്റ്സ് ആയിട്ട് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ എല്ലാ ചെടികളും പൂവിടും. എനിക്ക് വല്ലാണ്ടൊന്നും അറിയില്ല, ചെടികളെ കുറിച്ചൊന്നും പറഞ്ഞു തരാനൊന്നും വല്ലാണ്ട് അറിയില്ല. അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.